السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വളരെ മഹത്തായ അനുഗ്രഹമാണ് സന്താനങ്ങൾ, മക്കൾ. അവരെ ഇസ്ലാമിക സംസ്കാരം അനുസരിച്ചും നല്ല മര്യാദകൾ പഠിപ്പിച്ചുകൊണ്ടും വളർത്തി എടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യകരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് പെൺമക്കൾ, അവരോട് സ്നേഹം കാണിച്ചുകൊണ്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും നല്ല രൂപത്തിൽ വളർത്തി എടുക്കുക എന്നത് മഹാനായ അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വലിയ മാതൃക കാണിച്ചു തന്ന കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പെൺമക്കളോട് എങ്ങനെയൊക്കെ പെരുമാറി എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ജുമുഅ ഖുത്ബയിലുള്ള പരാമർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 പെൺമക്കൾ, അവരോട് വളരെ സ്നേഹത്തോടുകൂടിയും അർഹമായ ബഹുമാനത്തോടുകൂടിയും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മക്കൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന മക്കൾക്ക് ഏറ്റവും നല്ല പേരുകൾ നൽകുക എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 4 പെൺമക്കൾക്കും പേരിട്ടത് വളരെ അർത്ഥവത്തായ, വളരെ നല്ല പേരുകളാണ്. സൈനബ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേര് നൽകിയ അതിൻ്റെ അർത്ഥം വളരെ അർത്ഥവത്തായ, വളരെ ശുഭസൂചകമായ പേരുകളാണ് തൻ്റെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്. സൈനബ് എന്ന് പറഞ്ഞാൽ അശ്ശജറത്തു ത്വയ്യിബ, നല്ല കാണാൻ ഭംഗിയുള്ള, നല്ല വാസനയുള്ള വൃക്ഷം എന്നർത്ഥം വരുന്ന പേര് സൈനബ്. റുഖിയ, ഉയർന്ന സ്ഥാനമുള്ളവൾ. ഉമ്മു കുൽസൂം, നല്ല ഭംഗിയുള്ളവൾ. ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ, പേരിൻ്റെ അർത്ഥം എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവൾ. ഇങ്ങനെ ആദ്യമായി നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് ഒരു അർത്ഥവുമില്ലാത്ത, വിളിക്കുമ്പോൾ തന്നെ ഒരു അഭംഗി തോന്നുന്ന രൂപത്തിലുള്ള പേരുകൾ നമ്മുടെ മക്കൾക്ക് ആരും ഇടാൻ പാടില്ല. നല്ല ശുഭ സൂചനകൾ നൽകുന്ന പേരുകൾ കൊണ്ട് നമ്മുടെ മക്കളെ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. മഹാനായ അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളായ ഈ 4 പെൺമക്കളോട് പെരുമാറിയത് അത് നമുക്ക് വലിയ മാതൃകയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ
തൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്, ബഹുമാനം നൽകിക്കൊണ്ട്, സ്നേഹം നൽകിക്കൊണ്ട് സ്വീകരിക്കുമായിരുന്നു എന്നാണ്. മർഹബം ബിബിനതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാഗതമരുളിക്കൊണ്ടാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മക്കളെ കാണണം. ആരാണ് സ്നേഹവും സ്ഥാനവും ആഗ്രഹിക്കാതിരിക്കുന്നത്? അതോ അങ്ങനെ വളരെ നല്ല നിലയിൽ നമ്മൾ പെരുമാറുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവവും സംസ്കാരവും അതിനനുസരിച്ച് മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തുകയുണ്ടായി. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാം, മാ റഅയ്തു അഹദൻ കാന അശ്ബഹ ഹദീസൻ വകലാമൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരത്തിലും വർത്തമാനത്തിലും ഏറ്റവും സാദൃശ്യതയുള്ളത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു. വകാനത് ഇദാ ദഖലത് അലൈഹി ഖാമ ഇലൈഹ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫർഹബ ബിഹാ വഖബ്ബലഹ, സ്വാഗതമരുളുകയും ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. വഅജ്ലസഹ ഫി മജ്ലിസിഹി, തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുത്തുമായിരുന്നു. അതുപോലെ തന്നെ വക്കാന ഇദാ ദഖല അലൈഹ ഖാമത് ഇലൈഹി ഫഅഖദത് ബിയദിഹി ഫർഹബത് ബിഹി വഖബ്ബലതുഹു വഅജ്ലസതുഹു ഫി മജ്ലിസിഹ. നേരെ തിരിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആദരവോടെ ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ചുംബിക്കുമായിരുന്നു, സ്വാഗതമരുളുമായിരുന്നു. അപ്പൊ അത്രയും അടുപ്പം തൻ്റെ മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കുകയുണ്ടായി. ഫാത്തിമതു ബിദ്അതും മിന്നി ഫമൻ അഗ്ദബഹ അഗ്ദബനി. അത്രയും സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, എൻ്റെ കഷ്ണമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫമൻ അഗ്ദബഹ അഗ്ദബനി. ആരെങ്കിലും അവരോട് വെറുപ്പ് കാണിച്ചാൽ എന്നോടാണ് വെറുപ്പ് കാണിക്കുന്നത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകുകയും ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടും ഇഷ്ടമുണ്ടാകും. നമ്മുടെ സംസ്കാരവും നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളും അത് ഉൾക്കൊള്ളാനും കാരണമാകും. അങ്ങനെ നമ്മുടെ കൂടെ തന്നെ കൂട്ടി വളർത്തി അവർക്ക് സംസ്കാരമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് സമയമാകുമ്പോൾ അവർക്ക് യോജിക്കുന്ന ഇണയെ കണ്ടെത്തി അവരെ വിവാഹം ചെയ്ത് കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഏറ്റവും യോജിപ്പുള്ള, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു ഇല്ലാ തഫഅലു തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ് വഫസാദുൻ അരീദ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അർഹമായ നല്ല ദീനും സംസ്കാരവും സ്വഭാവവും ഒക്കെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവാഹാലോചനയുമായി വരികയാണെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം, വിവാഹം ചെയ്തു കൊടുക്കണം. അല്ലാതെ ഒരിക്കലും യോജിക്കാത്ത ദീനും അതുപോലെ സംസ്കാരവും ഒന്നുമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വലിയ ഫിത്നയും കുഴപ്പവും ഒക്കെ ആയിരിക്കും അതിന് ഫലമായിട്ടുണ്ടാകുക. ഏറ്റവും നല്ല ഇണയെ തിരഞ്ഞെടുത്ത് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് ആ മക്കൾക്ക് വേണ്ടി നന്മ കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വിവാഹം ചെയ്തു വിട്ടാലും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പിന്നെയും നമ്മൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടുന്ന ഹദിയകളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുകയൊക്കെ വേണം.
വിവാഹം ചെയ്തു വിട്ടു എന്ന് വെച്ച് അവരുമായിട്ടുള്ള യാതൊരു ബന്ധവും വേണമെന്നില്ല, അവരെപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവരെ കാണുകയാണെങ്കിൽ പിന്നെ അത് പിന്നെ നമ്മൾ നെവർ മൈൻഡ് ആക്കണമെന്നല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ആ സംസ്കാരം അതല്ല. അവരെ പിന്നെയും അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും സമ്മാനങ്ങളും അവർക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെയും ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. ആ ചെറിയ വിഷയങ്ങളൊക്കെ വലുതാക്കിയിട്ട് കുഴപ്പാക്കി അങ്ങനെ അത് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് പരസ്പരം പിരിയുന്നിടത്തേക്കൊന്നും എത്താൻ പാടില്ല. രണ്ട് ആളുകൾ തമ്മിൽ അടുക്കുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം അവിടെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ബീവിയോട് ചോദിച്ചു, എന്താ വിഷയം? പറഞ്ഞു, ചെറിയ സംഭവം ഉണ്ടായിട്ട് അവർ പോയതാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ നല്ല നിലയിലാക്കി അവരെ മസ്ലഹത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് അങ്ങനെ പെരുമാറുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മക്കൾ അവർ കെട്ടിച്ചു വിട്ടാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നല്ലൊരു ജീവിതവും സംസ്കാരവും നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക അതാണ്. മക്കളെ, സന്താനങ്ങളെ അവരെ വേണ്ട രൂപത്തിൽ പരിഗണിച്ച് അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു, അവരെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ വളർത്തിയാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മൻ ആല ബിൻതൈനി ഔ സലാസ ബനാത്തിൻ ഹത്താ യബിന്ന ഔ യമൂത അൻഹുന്ന കുൻതു അന വഹുവ ഫിൽ ജന്നതി ഹഖദാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും 2 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെൺമക്കളെ അവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട ചെലവുകളൊക്കെ നടത്തി അങ്ങനെ പരിപാലിച്ച് അവരെ കെട്ടിച്ചു വിട്ടു, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി, അങ്ങനെ ഒരാൾ ചെയ്താൽ ഞാനും അവരും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് 2 വിരലുകൾ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വലിയ പുണ്യമുള്ള കാര്യമാണ് സന്താന പരിപാലനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, നമ്മുടെ സന്താനങ്ങളെ നല്ലവരാക്കി സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി നല്ല മക്കളാക്കി അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി നമ്മളെ സന്താനങ്ങളെല്ലാം അല്ലാഹു ആക്കിത്തരുമാറാവട്ടെ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും അവർ നമ്മൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ദുആ ചെയ്യണം. അപ്പോൾ സന്താന പരിപാലനം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പരിപാലിക്കൽ, ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളുമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതാണ് ഇന്നത്തെ ജുമുഅ ഖുതുബയുടെ പ്രമേയം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.